ഹലോ എവരിവൺ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്നുള്ളത് ഗ്ലോബൽ വില്ലേജിലാണ്. അപ്പൊ നമ്മളിന്ന് ഗ്ലോബൽ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. കുറെ ഒരു ലോങ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ട് നമ്മളിപ്പോ കുറച്ചായി പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അപ്പൊ നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇത്രയും തണുപ്പുണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പൊ 2 ദിവസമായിട്ടുള്ളൂ ഇത്രയും അധികം തണുപ്പായിട്ട്. അപ്പൊ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ അതിൻ്റെ അകത്തോട്ട് പോവാം. ഇന്ന് കാര്യമായിട്ട് ആശിക്ക് ഒരു ഗെയിമൊക്കെ കളിച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞു വന്നതാ. ഇന്ന് വരെ ഒരു മുട്ടസൂചി പോലും കിട്ടിയിട്ടില്ല. ഇവിടെ കൊറേ ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കളിച്ചിട്ട് ഇന്ന് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടേ വീട്ടിൽ പോകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്നേ വരെ പണിയെടുക്കാണ്ട് ഒരു മുട്ടസൂചി പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ നമ്മള് മാറ്റാനുള്ള പ്ലാനാണ്. ഐഫോൺ കൊണ്ടുപോകണം 16 നോക്കാം. ഒരു ബമ്മെങ്കിലും കിട്ടിയ റോമോൾക്ക് കളിക്കുന്ന ഒരു ടെഡി പേരെങ്കിലും കിട്ടിയാലേ. അപ്പൊ റോമോൾ ഇവിടെ നിന്ന് ചാടി ഇറങ്ങിയിട്ട് കേട്ടോ. അപ്പൊ നടത്തം അതാ ഓടണേ. നമ്മള് പിടിക്കാൻ ചെല്ലുമെങ്കിൽ ഇതിന്റെ സ്പീഡിൽ ഓടണം കേട്ടോ. നമുക്ക് അകത്ത് പോയോക്കല്ലേ പിടിച്ചു കൊണ്ടുവന്നുണ്ട്. നടക്കം പഠിച്ചോണ്ട് ഇപ്പൊ എന്താ പിടിക്കുന്നൊന്നും ഇഷ്ടമല്ല. ഓൾക്ക് ഒറ്റക്ക് ഓടാനാണ് ഇഷ്ടം. ഓക്കെ നമുക്ക് പോവല്ലേ. അപ്പൊ നമുക്ക് പോയോക്കാം. വാ. അപ്പൊ നമ്മള് ഗ്ലോബൽ വില്ലേജിലെത്തി. നല്ല റഷും ഫ്രൈഡേ ആണെന്ന്, നല്ല തിരക്കുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പൊ ഒരു ചായയൊക്കെ വാങ്ങി. നല്ല തണുപ്പല്ലേ, അപ്പൊ നല്ലൊരു ചൂട് സമൂസയും ചായയും കുടിക്കാൻ വിചാരിച്ചു. നമ്മളെ സമൂസയല്ല കേട്ടോ, നോർത്ത് ഇന്ത്യൻ സമൂസയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പഞ്ചാബി സമൂസ. അതെ, പഞ്ചാബി സമൂസ. നല്ലൊരു മണ്ണിന്റെ ഹോട്ടലൊക്കെയാണ് കേട്ടോ. അതെ, ചായ വീട്ടില് എന്തുകൊണ്ട് നടന്നു പോട്ടെ. നടക്കാൻ പഠിച്ചിന്റെ ത്രില്ലിലാണ്. ഇപ്പൊ എന്താ ഇടുക്കൊന്നും വേണ്ട, ഇടുക്ക് വേണ്ട സ്ട്രോളറിൽ ഇരിക്കണോൾക്ക് ഒറ്റക്ക് നടന്നാൽ മതി. അതാ പോണേ. അപ്പൊ നമ്മൾ ഇതിനകത്ത് കയറിയുണ്ട്. ഇനി നമുക്ക് ഗെയിമിംഗ് സെക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. ആശിക്ക് ഗെയിം കളിച്ച് എന്തൊക്കെ കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കണം. അതെ, ഒന്നും കിട്ടുണ്ടാവില്ല. ഗെയിം കളിക്കാനുള്ള സ്ഥലം തേടി കളിച്ച് പൈസ കളയാൻ വന്നൊക്കെയാണ് നാശി, വേറെ ഒന്നിനുമല്ല. ഇവിടെ ഫുൾ കൺട്രി ടു കൺട്രി ട്രാവൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതെ അതെ, ഇവിടെ വന്നാല് പൈസ കുറെ ലാഭിക്കാം. എല്ലാ കൺട്രിയിലും അടിച്ചിട്ട് വരാം. കാരണം ഇതിനകത്ത് എല്ലാത്തിന്റെ പവലിയൻസും കാര്യങ്ങളൊക്കെയാണ്. ഒരു വേൾഡ് ടൂർ അടിക്കാനുള്ള പ്ലാനാണ്. പക്ഷെ ചെലവ് ചുരുക്കിയിട്ട് ഇന്നോട് പറഞ്ഞു നമുക്കൊരു വേൾഡ് ടൂറൊക്കെ പോണം. ഇതാണെന്നേ വളരെ ചെലവ് ചുരുക്കി. ഇവിടെ ജോർദാൻ കൺമുമ്പിൽ ജോർദാനാ കിടക്കണേ. ഇതവിടെ സൗദി എൻ്റെ അപ്പുറത്തുണ്ട്. അപ്പൊ എല്ലാ കൺട്രിയും നമ്മളെല്ലാ കൺട്രിയും കവർ ചെയ്തിട്ടാണ് പോണേ. നമ്മൾ പവലിയനിലൊന്നും ഒന്നും കയറാൻ പോണില്ല. അതിനല്ലോ വന്നത്. അത് നമ്മള് ഒരുപാട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഞങ്ങൾക്ക്. കാരണം സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ അല്ലേ. അത് വെറും പൈസ ചെലവാ, വേറെ ഒന്നുമില്ല. അവിടെ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. വെറുതെ വൈബ് എൻജോയ് ചെയ്യാം. അതെ, നമ്മളിവിടെ കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ അതിന് വേണ്ടി വന്നതാണ്. നമുക്ക് അല്ലാണ്ട് ഇവിടെ വരാനും അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഞങ്ങൾക്ക് വരാറുമില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നിട്ടില്ല. അതിന് മുന്നത്തെ പ്രാവശ്യമായിട്ട് വന്നതാണ്. അപ്പൊ നമുക്ക് ഗെയിം കളിക്കാം. ഗെയിം എന്തായാലും കളിക്കണം. അതിന് ഞങ്ങൾ റെഡി ചെയ്യണം വന്നത്. ഗെയിം കളിക്കണം. പിന്നെ കഴിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു ഫുഡ് ട്രൈ ചെയ്യണം. എന്തൊക്കെയുണ്ട്, ഏതൊക്കെയോ സംഭവങ്ങൾ, തായ് ഫുഡ് അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പൊ ഞാൻ കഴിച്ചിട്ടില്ലായിട്ട് ആശി കഴിക്കുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആശി കഴിക്കുന്നു എന്നോട്. അങ്ങനെ ഒന്ന് തിരിഞ്ഞപ്പോഴേക്ക് ഞങ്ങള് ഖത്തറിലെത്തി പോയിട്ടോ. ഖത്തറിലെത്തിക്കണ്. അപ്പൊ ഖത്തറിന്റെ വിശേഷങ്ങളാണ് ഞാൻ അടുത്തത്. ഖത്തറി അപായ പോരാന്ന് കേട്ട്. ഇവിടെ ഒരാൾ അതിന്റെ ഇടയിൽ സൈഡ് ആയിട്ടുണ്ട് കേട്ടോ, പോപ്കോണും കൊണ്ടിട്ട്. ഇവിടെ കാരമല് പോപ്കോണും കിട്ടി സെറ്റ് ആയിരിക്കണ്ട്. ആരാന്ന് റുബുവിന് ഇഷ്ടപ്പെട്ട സംഭവം കിട്ടിയാലുണ്ടല്ലോ പപ്പനും അമ്മേനും ഒന്നും മൈൻഡ് ഇല്ല കേട്ടോ. അതെ, അപ്പൊ നല്ല ആൾക്കാരട്ടോ. അതെ, നല്ല റഷാണ്. ഓരോന്നിനും തണുപ്പാണ് കേട്ടോ, ഭയങ്കര തണുപ്പ്. ഇത്ര തണുപ്പ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല ഹെവി തണുപ്പ് സ്റ്റാർട്ട് ചെയ്തു ഈ വെയില്. 2 ദിവസമായിട്ടല്ലേ? 2 ദിവസമായിട്ട്. മറ്റു തണുപ്പൊക്കെ നമുക്ക് നോർമലി ഉള്ള ഒരു തണുപ്പ് തന്നെ ഉള്ളൂ. 2 ദിവസമായിട്ട് കാറ്റാണ്, അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ പെട്ടെന്ന് ജലദോഷമൊക്കെ വരാനുള്ള സാധ്യത. ഏത് സെക്ഷനിലാണോ അവലെ? നമ്മള് നേരെ അങ്ങോട്ട് പോയോക്കാം. ഗെയിമിംഗ് സെക്ഷൻ.
ഇവിടെ ഫുള്ള് ഒരുപാട് സ്റ്റോറുകളാട്ടോ. എല്ലാ കൺട്രിയിലും അവരവരുടെ എന്താ പറയാ കൾച്ചറൽ ആയിട്ടില്ലേ പ്രൊഡക്റ്റുകളും സ്റ്റോറ്. മെയിൻ ആയിട്ട് അത് തന്നെയാട്ടോ ഇതിനകത്ത്. സത്യം പറഞ്ഞാൽ അതിനകത്ത് കച്ചവടം തന്നെയാണ്. അതെ. പിന്നെ ആൾക്കാർക്ക് തന്നെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം, ഒരു വൈബ് അടിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലം. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം സാധാ ഒരു ഫെസ്റ്റിവൽ പോലെ അല്ല, അത്ര അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പറയാണ്ടിരിക്കാൻ വയ്യ. പലസ്തീന്, ചൈന, ലബനാൻ കൺട്രികൾ ഇങ്ങനെ മാറി മറിഞ്ഞോണ്ടിരിക്കുക കേട്ടോ. എല്ലാം കൂടെ കാണിക്കാൻ പറ്റുന്നില്ല. ടിക്കറ്റ് എത്ര നമ്മൾ കൊടുത്തേ? 30 ദിറം. 30 ദിറംസിന് ഇത്രയും കൺട്രി കാണാൻ പറ്റാറുണ്ട്. വലിയ കാര്യം. എല്ലാ കൺട്രിയും ഒരു കുടക്കീഴിൽ. പക്ഷെ ഇതിനകത്ത് ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ. ഇതിനകത്ത് എല്ലാ സാധനത്തിനും പുറത്തുനിന്ന് കിട്ടണേക്കാട്ടില് വിലയാണ്. ഇപ്പൊ ചായ കുടിച്ച എത്ര? 30 ദിറം. 3 സമൂസ ഒരു ചായ. ഇറാന്റെ പവലിയനൊക്കെ നല്ല ഭംഗിയില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇന്ത്യ എവിടെയാ? കളിക്കാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഐഫോണും എനിക്ക് ഐഫോണ്. ഐഫോൺ എന്തായാലും വേണ്ടില്ല. ഇതിനോട് എന്തെങ്കിലും ഒന്ന് എടുത്ത് തന്നാ മതി. അപ്പൊ നമുക്ക് നോക്കാം. കൊറേ സംഭവങ്ങൾ ഉണ്ടല്ലേ ഗിഫ്റ്റ് ആയിട്ട്. അടുത്ത നോക്കാം നമുക്ക്. അടുത്ത റീചാർജ് ചെയ്ത് വരട്ടെ. ഇനി വിട്ടോ, വണ്ടി വിട്ടോ. തായ്ലൻഡ് പോയാലോ? അപ്പൊ നമുക്ക് തായ്ലൻഡ് പോയോക്കെ. എന്തായാലും ഗെയിമൊക്കെ കളിച്ചതിന് ക്ഷീണമൊന്ന് മാറ്റിട്ട് വരാം. അതല്ലെങ്കിൽ വെറുതെ രസം. അല്ലാണ്ട് കുറെ തായ് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. നല്ല ഭംഗിയുള്ള കുറെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. നമ്മള് തപ്പുന്നത് തായ് ഫുഡുകള്. തായ് ഫുഡുകൾ സീനായിരിക്കും. ഒന്ന് നോക്കാം അല്ലേ? എന്തായാലും നമുക്ക് പോയോക്കാം. ഫ്ലോട്ടിങ്ങോ? തായ് ഫുഡിന്റെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പോയോക്കാം. പോണ വഴിയിൽ അമേരിക്കയിലൊന്ന് കയറിയിട്ട് പോകാൻ വിചാരിച്ചു. അമേരിക്കക്ക് പോകാൻ കുറച്ചിട്ട് പണിയാണ് എന്നുള്ളത്. വെരി സിമ്പിൾ. കിട്ടാൻ കുറച്ച് എല്ലാം ചടപടേതായിരുന്നു. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടോ? കുറച്ച് എന്തെങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിക്കണ്ടേ. നമുക്ക് പോയോക്കാം. US ഷോപ്പിംഗ്. അതെ, US ഷോപ്പിംഗ് ആണ്. അപ്പൊ എന്നാലും നമുക്ക് നോക്കാം. അമേരിക്കയിൽ ചെന്നിറങ്ങിയപ്പോ തന്നെ ഭയങ്കര തിരക്കാട്ടോ. നല്ല തണുപ്പായിരുന്നു. അതെ, രസമുണ്ട്. യെസ്, ഡ്രസ് എടുക്കലാണ്. അമേരിക്കയിലാണ്. രസമുണ്ട്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് സെറ്റ് ചെയ്തിരിക്കണം. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തെല്ലാം വെറൈറ്റി ഫുഡുകൾ ഉണ്ട് എന്നുള്ളത്. അതെ അതെ, നമുക്ക് എന്തായാലും നോക്കാം, കയറി നോക്കാം. കഴിക്കാത്ത എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അതെ, ഒരു തായ്ലാൻഡ് ആ ഒരു വൈബിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു ഫുഡ് എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ മെയിനായിട്ട് വന്നിരിക്കണം അതിനാണ്. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? പക്ഷേ റൂമുകളും ഉറങ്ങിട്ടോ, നല്ല ഉറക്കാണ്. നല്ല റഷാണ്, നല്ല ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തെല്ലാം ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണ്? അതാണ് നമ്മൾ നോക്കിയിട്ടൊക്കെ വേണം കഴിക്കാന്. കാരണം നമുക്ക് ഹലാലായിട്ടുള്ള വേണ്ട കഴിക്കാനേ. അതെ, നീരാളി ഒന്ന് ട്രൈ ചെയ്യണോ? നീരാളി കണ്ടിട്ട് ഇത് ഓയിസ്റ്റർ അല്ലേ? ഓയിസ്റ്റർ. ഓയിസ്റ്റർ ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? നീരാളി ഉണ്ട്. ഇതൊക്കെ കഴിച്ചാ സീരോ. നീരാളിനെ കഴിക്കണം വിചാരിച്ച് വന്നാണ്. പക്ഷേ കണ്ടപ്പോ കഴിക്കാനൊരു മൂഡിന് പോയി. കുറച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ. അങ്ങനെ നമ്മള് കൊറിയൻ ഫുഡ് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ.
പക്ഷെ എന്താണ് നമ്മൾ ട്രെയിൻ കൊറിയൻ ഫുഡാണ് കേട്ടോ. ഒക്ടോബസ് നമ്മൾ വേണ്ടത് ഇവിടെ കുറെ നേരം നിന്നിങ്ങനെ നോക്കിയപ്പോഴേ പിന്നെന്തോ കഴിക്കാൻ തോന്നണില്ല. അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ മൊത്തത്തിലുള്ള സ്മെല്ലും. അപ്പൊ നമ്മള് കൊറിയൻ ഫുഡ് ട്രൈ ചെയ്യാ വിചാരിച്ചു. ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ഐറ്റം ട്രൈ ചെയ്യണം. ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു കൊറിയൻ ഡംപ്ലിങ്സ് ആണ് നമ്മൾ ട്രൈ ചെയ്യണത്. എന്തായാലും നോക്കാം അല്ലേ? കൊറിയൻ ആവുമ്പോ പിന്നെ ഓക്കെയാണ്. അതെ, കൊറിയൻ വലിയ സ്മെല്ലൊന്നും കാണില്ല. വലിയ സ്മെല്ലൊന്നും ഇല്ല, കഴിച്ചോക്കെ എന്തായാലും. അപ്പൊ ഇതാണ് കൗണ്ടേഴ്സ്. ഇതില് തായ്, കൊറിയൻ, എന്താ അങ്ങനെ ഒരുപാട് വേറെ എന്തൊക്കെയാ പറഞ്ഞാൽ തായ്ലാന്റ്, വിയറ്റ്നാം അങ്ങനെ ഒരുപാട് നാട്ടിലെ ഫുഡിന്റെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണിട്ടത്. ഇത് സെറ്റ് ചെയ്തിരിക്കണ രീതി അടിപൊളി. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടമായത്. ശരിക്കും ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ പോണ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൊറിയ ഫുഡ് ട്രൈ ചെയ്യാം. താങ്ക് യു. ഇതെന്താണ് സാധനം? ചിക്കൻ ഡംപ്ലിങ്സ് കൊറിയൻ ആണല്ലേ? കൊറിയൻ ഡിഷ് ആണെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കൊറിയൻ ഡംപ്ലിങ്സ് എന്താ അവസ്ഥ? നോക്ക്, ടേസ്റ്റ് ഉണ്ടോ? കഴിക്കാം, അത്രേ ഉള്ളൂ. നോട്ടെ. കൊറേ കാലമായിട്ട് ഞാൻ കഴിക്കണം എന്ന് വിചാരിച്ചൊരു ഡിഷാണ് കേട്ടോ. അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ എന്തായാലും ഇന്നത് കഴിച്ചിട്ടേ പോകുള്ളൂ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മാംഗോ സ്റ്റിക്കി റൈസ് ആണ്. എങ്ങനെയുണ്ട്? ഇതെന്താണ്? എനിക്കൊണ്ട് തേങ്ങാപ്പാലും റൈസും പിന്നെ മാംഗോ കൂട്ടി കഴിച്ചോക്കട്ടെ. അടിപൊളി, നല്ല ടേസ്റ്റ് അല്ലേ? ഞാൻ കഴിച്ചോട്ടെ. ഒരു മാംഗോന്റെ പീസും വെക്കാശ് ഞാൻ കട്ട് ചെയ്ത് തരാം. അങ്ങോട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിക്കാം. മാംഗോ സ്റ്റിക്കി റൈസ്. സ്റ്റിക്കി തന്നെയാണ്, വളരെ സ്റ്റിക്കി തന്നെയാണ്. അടിപൊളിയല്ലേ? ടേസ്റ്റി ആണ് കേട്ടോ. ടേസ്റ്റി ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അത്ര ടേസ്റ്റ് പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ്. നല്ല അടിപൊളി ദിവസമായിരുന്നു. പക്ഷേ കുറേ ദിവസമായി ഞങ്ങളും ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇറങ്ങാറുണ്ട്. എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ ഉള്ളൊരു, അല്ലാണ്ട് നമ്മളും കുറച്ച് ദിവസമായി പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നല്ല ഫണ്ണായിട്ടും കുറേ ഫുഡൊക്കെ ട്രൈ ചെയ്ത് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ പിന്നെ ഇനി നമുക്ക് പോകാമല്ലേ? ടൈം ഒരുപാടായി. റൂമുകളൊക്കെ കുറച്ച് ടയേർഡാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് പോവാം. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.